പഞ്ചാബിലെ അമൃത്സറിൽ വ്യാജമദ്യം കഴിച്ച് 16 പേർ മരിച്ചു. 6 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മദ്യം വിതരണം ചെയ്തവരെ അറസ്റ്റ് ചെയ്തതായി അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കി. അതേസമയം പഞ്ചാബിൽ നിരന്തരമുണ്ടാകുന്ന മദ്യദുരന്തങ്ങൾ സർക്കാരിന്റെ പരാജയമാണ് വ്യക്തമാക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധങ്ങളും ശക്തമാണ്. അമൃത്സറിലെ മജിദയിൽ ഇന്നലെ രാത്രിയാണ് വ്യാജമദ്യ ദുരന്തമുണ്ടാകുന്നത്. മെഥനോൾ കലക്കിയ വ്യാജമദ്യം കഴിച്ച് 5 ഗ്രാമങ്ങളിൽ നിന്നുമുള്ളവർ കുഴഞ്ഞു വീണപ്പോഴാണ് നാട്ടുകാർ ദുരന്തം തിരിച്ചറിഞ്ഞത്. തറിയേവാൾ, മരാരി, ബംഗാലി എന്നീ ഗ്രാമങ്ങളിൽ നിന്നുമുള്ളവർ ഉൾപ്പെടെയാണ് വ്യാജമദ്യ ദുരന്തത്തിന് ഇരയായത്. 50 ലിറ്റർ മെഥനോൾ നേർപ്പിച്ച് 120 ലിറ്റർ ഉണ്ടാക്കി അത് 4 പ്രാദേശിക വിതരണക്കാർക്ക് വിറ്റതായാണ് അറസ്റ്റിലായ മുഖ്യപ്രതി പ്രഭ്ജീത് സിംഗ് പോലീസിനോട് വ്യക്തമാക്കിയത്. प्रभजीत नाम का व्यक्ति है, पंगवा गांव का रहने वाला है और ये काफ़ी पुराने समय से भी ये लिकर की सप्लाई कर रहा था. इसके पास 50 लीटर जो मेथनॉल आया और उसने इसको डाइल्यूट करके 120 लीटर में कन्वर्ट किया पहले और फिर उनको 60 पैकेट्स में इसने डिस्ट्रीब्यूट करके आगे बेच दिया अपने 4 लोगों को. പ്രത്യേക മെഡിക്കൽ സംഘം ഗ്രാമങ്ങളിലെ വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. മദ്യം കഴിച്ചവർ വീടുകളിൽ കുഴഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചതായി അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണർ സാക്ഷി സാവ്നി പറഞ്ഞു. हम सारा कुछ मेडिकल हेल्प यहाँ पर विलेज में ही हमने रात भर डॉक्टर्स को स्टेशन किया हुआ था, तो किसी को भी हमें लगा कि ये प्रॉब्लम लग रही है, हमने उनको तुरंत शिफ्ट किया हुआ है. एज ऑफ नाउ हमारे हॉस्पिटल में 6 लोग दाखिल हैं और अभी भी अगर हमें कोई भी लग रहा है कि वल्नरेबल है इस चीज को लेके, हम उनको भी शिफ्ट कर रहे हैं. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ വ്യാജമദ്യ ദുരന്തങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. അനധികൃത മദ്യ വ്യവസായികളുമായുള്ള സർക്കാരിന്റെ അവിഹിത കൂട്ടുകെട്ടാണ് ദുരന്തങ്ങളിലേക്ക് വഴിവെക്കുന്നതെന്നാണ് ആക്ഷേപം. ജനം, ഡൽഹി.